ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി, ഒരു 2-3 ആഴ്ച കഴിഞ്ഞു. കാരണം ഇവിടെ ഒട്ടും സുഖമില്ലാണ്ട് പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതും 2-3 ആഴ്ചയായിട്ട് സൗണ്ടും ഇല്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത. ഇതപ്പം അത്രയും പഴയ വീഡിയോ, നോയമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള വീഡിയോ ആയിരുന്നേ. ആദ്യം തന്നെ ഞാൻ കൊച്ചിൻ്റെ കൽക്കണ്ടം തീർന്നു പോയായിരുന്നു, പനങ്കൽക്കണ്ടം. അന്നേരം അതൊന്ന് എടുത്ത് പൊടിച്ച് വയ്ക്കുക. കാരണം പൊടിച്ച് വെക്കുകയാണെങ്കിൽ അത് പിന്നെ പാലിലിട്ട് നമുക്ക് കലക്കി കൊടുത്താൽ മതി. ഇല്ലെന്നാണെങ്കിൽ ഇത് പാല് തിളപ്പിക്കുമ്പം തന്നെ അതിൻ്റെ അകത്തോട്ടിട്ട് എത്ര മിക്സ് ആക്കിയാലും ഇത് ഫുള്ളായിട്ട് ഡിസോൾവ് ആവില്ല. അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഇതിങ്ങനെ എടുത്ത് പൊടിച്ച് വെക്കും. പൊടിച്ച് ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇട്ടങ്ങ് പൊടിക്കണ്ട, ജസ്റ്റ് പൾസ് ചെയ്താൽ മതി. ഒരു 3-4 തവണ പൾസ് ചെയ്ത് കഴിയുമ്പം തന്നെ അത്യാവശ്യം അത് പൊടിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പനങ്കൽക്കണ്ടെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മളുടെ വൈറ്റ് കളറുള്ള കൽക്കണ്ടമല്ല, ഇത് കുറച്ചൊരു നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു കളറാണ് വരുന്നത്. ഇതിപ്പോൾ കണ്ടാൽ ഞാൻ പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ തരികളുണ്ട്, പക്ഷെ ആ തരികൾ കുഴപ്പമില്ല, അത് അത്യാവശ്യം ഡിസോൾവായി പൊയ്ക്കോളും. അതുകൊണ്ട് ഞാനൊരു ഈ പരുവത്തിൽ വെച്ചിട്ട് അത് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ കടുമ്പാക്കാൻ വേണ്ടിയിട്ടാണ്. കടുമ്പാക്കാനായിട്ട് ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഈ ഉപ്പുമാവിൻ്റെ ഒക്കെ ഉപ്പ് പറയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന പോലെ ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ ഇവിടെ ഇപ്പോൾ UAE നമുക്ക് കടുമ്പിൻ്റെ പൊടി കിട്ടില്ല. അതിന് ഞാൻ എടുക്കുന്നതെന്നു വെച്ചാൽ ഇഡ്ഡലി റവയിൽ തന്നെ റൈസ് റവ എന്നും പറഞ്ഞുകൊണ്ടുള്ളതുണ്ട്. അതെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഏതാണ്ട് കടുമ്പിൻ്റെ പൊടി പോലെ കിട്ടും. പക്ഷേ കടുമ്പിൻ്റെ പൊടി ഇതിലും കുറച്ചും കൂടെ തരിക, എന്നാലും നമുക്കൊന്നും ഇല്ലാത്തക്കാട്ടിലും ഭേദമാണ്, ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചും കൂടെ നൈസ് തരിക. അതുകൊണ്ട് പുട്ടുപൊടി എടുക്കാൻ ഞാൻ പിന്നെ ഇതെടുക്കാൻ കാരണം. എന്നിട്ട് ഈ 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. നമ്മുടെ ഉപ്പുമാവാക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഉപ്പുമാവാക്കുമ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിനി ഇത് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് തീയെ വെച്ച് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ്, അതായത് കയ്യും കൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ചൂടാവുന്ന തരാവുന്ന മൂടി വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വിടുക. അതിനുശേഷം ഞാനിവിടെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്ന് കൈ നനച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ഓരോ ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ആക്കുമല്ലേ, അതുപോലെ ഉരുട്ടി ഈ ഒരു പാത്രത്തിലേക്ക് വെക്കുക. ആ പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ മേലെ സ്റ്റീമറും വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ, അത് തീരെ ചെറിയ ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, കുറച്ചും കൂടെ വലുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എനിക്കൊരു മീഡിയം സൈസ് ഉരുളകളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ചെറുതുമാക്കിയിട്ടില്ല, ഒത്തിരി വലുതുമാക്കിയിട്ടില്ല, അങ്ങനെ ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി ഒരു പകുതി വെന്തിട്ടുണ്ട്, അപ്പം ബാക്കിയും കൂടെ വെന്താൽ മതി. അതുകൊണ്ട് ഇത് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിച്ചെടുത്താൽ നമുക്ക് കടുമ്പ് റെഡിയായി കിട്ടും. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ കടുമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചിക്കൻ സ്റ്റൂ ആക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കയെല്ലാം ഇട്ട് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പിടി ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിടുക. ഞാനിവിടെ ചേർത്ത് ഒരു വലിയ കഷ്ണം പട്ടയും 3 ഏലക്കയും ഒരു 4-5 ഗ്രാമ്പുവാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടുക. പിന്നെ സ്റ്റൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്കിതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റായിട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം എൻ്റെ കയ്യിൽ ബീൻസ് ഉണ്ടായിരുന്നു,
ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് കോളിഫ്ലവർ ചേർക്കാം. അതുപോലെ എന്തൊക്കെ വെജിറ്റബിൾ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയ ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഇപ്പോൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്താലും ശരി. അത് വേവിച്ചെടുത്തിട്ട് ചേർക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള വെജിറ്റബിളൊന്നും വലിയ വേവില്ലാത്ത വെജിറ്റബിളാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഇതിൻ്റെ അകത്തിട്ട് വേവിക്കാമെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ വെന്തുടഞ്ഞു പോവും. അതുകൊണ്ടാണ് വേവിച്ചിട്ട് ചേർക്കുക എന്ന് പറഞ്ഞേ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 250-300 ഗ്രാം ചിക്കനേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഇത് കുഞ്ഞു കുക്കറാണ്, 1 kg 1.5 ലിറ്ററിൻ്റെ കുക്കർ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുക്കർ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വേഗം ഒരു കുറച്ച് വെള്ളം ചേർത്ത്, കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. കാരണം പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയില്ല കറി ആയിക്കഴിഞ്ഞിട്ട് ഇടാനാണെങ്കിലും അങ്ങനെയും ശരി. കാരണം കുറേ പേരൊക്കെ ആദ്യം ഉപ്പിട്ട് കൊടുക്കില്ല എന്ന് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വിസിലിൻ്റെ ഈ ഹോളിലൂടെ ആവി വന്ന ശേഷം മാത്രം വിസിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിലില്ലേലും കുഴപ്പമില്ല. ഒരു 1.5 വിസിലാണെങ്കിൽ തന്നെ, അതായത് ഒരു വിസിലും രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പേ ഓഫ് ചെയ്യുക. അതാണ് കറക്റ്റ് പരുവം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ പാലെടുക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ ഇതുപോലെയാണ് തേങ്ങ കിട്ടുന്നത് കണ്ടെയ്നറിൻ്റെ അകത്ത്. ഇതിപ്പോൾ 2 ദിവസമൊക്കെ തേങ്ങ താഴെ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ പോലും ഇരിക്കുകയുള്ളൂ. ഞാൻ അതിന് വെച്ചത് ഫ്രീസറിൽ വയ്ക്കും. ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും കട്ടയായിട്ടിരിക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ എന്നാലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതുപോലെ എടുക്കുക. എടുത്ത ശേഷം അത് നമ്മളുടെ ഓവൻ പ്രൂഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം, ചുമ്മാ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും എടുക്കരുത്. കാരണം മൈക്രോവേവ് ഓവനല്ലേ, അത് പാത്രം ചീത്തയായിപ്പോവും. എന്നിട്ട് എടുത്തതിന് ശേഷം ഓവൻ്റെ അകത്ത് ആദ്യം ഞാനൊരു 30 സെക്കൻഡ് സാധാരണ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ആക്കൂലേ, അതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കും. അതിനുശേഷം എടുത്തിട്ട് അന്നേരത്തേക്ക് അതിൻ്റെ ആ ഐസ് കുറച്ചൊന്ന് വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കണം കൈ കൊണ്ട്. പൊടിച്ചു നേരം തൊട്ട് നോക്കുമ്പോഴും നമുക്കറിയാം അതിൻ്റെ തണുപ്പ്, ഉള്ളിലുള്ളതിനൊന്നും തണുപ്പ് മാറിയിട്ടുണ്ടാവത്തില്ല, പക്ഷെ പൊടിഞ്ഞു കിട്ടും. എന്നിട്ടിത് ഒന്നും കൂടെ വെച്ച് ഒരു 30 സെക്കൻഡും കൂടെ വെക്കുക. 30 സെക്കൻഡ് കൂടെ വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് തേങ്ങ ഒത്തിരി അങ്ങ് നമ്മളുടെ കൈയിട്ട ചൂടെന്നുള്ള രീതിയല്ല, പക്ഷേ അത്യാവശ്യം നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടിലൊരു പൊടിക്ക് ചൂടുണ്ടാവും. എന്നിട്ട് ഇത് ഇനിയിപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് പോലെ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടും. അതേസമയം കുറച്ച് നേരം പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിന് ആ ഒരു തണുപ്പിൻ്റെ ഒരു അംശമുണ്ട്. അത് ഈ നെയ്യ് പോലെ ഒരു സംഭവം അതിന് മേലെ മിക്സിയിൽ നമ്മൾ പാലെടുത്ത് കഴിയുമ്പോഴും ഉണ്ടാവും. അത് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവുള്ളൂ. അന്നേരം ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പാല് കിട്ടും. പിന്നെ ഇത് സ്റ്റൂ ആയതുകൊണ്ട് ഞാൻ മിക്സിയിലേക്ക് തേങ്ങാപ്പീര ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം സ്റ്റൂവിന് അത്യാവശ്യം ചാറുള്ളതല്ലേ നല്ലത്, അതുകൊണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഞാൻ 1ഉം 2ഉം പാലെടുക്കുന്നുണ്ട്. പക്ഷേ 2ആം പാലെടുക്കുമ്പോഴും ഒത്തിരി അങ്ങ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല 2ആം പാലെടുക്കുന്നത്. ചെറിയ കുറച്ച് വെള്ളം, അതായത് 1/2 ഗ്ലാസ് 1 ഗ്ലാസ്, ആദ്യത്തിനകത്ത് 1/2 ഗ്ലാസും രണ്ടാമത്തേനകത്ത് 1 ഗ്ലാസും വെള്ളം, അത്രയും മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പാല് പിഴിഞ്ഞെടുത്തത്. പിന്നെ ഈ പാല് പിഴിയുന്നതിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്മൈലിയോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിടണേ. അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.
അന്നേരത്തേക്ക് നമ്മളുടെ സ്റ്റൂവിന് വെച്ച വെജിറ്റബിൾസും ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് അതിൻ്റെ അകത്തെ എല്ലാം പട്ട ഗ്രാമ്പു അടക്കം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഇട്ടിട്ട് ഈ പാത്രത്തിൽ കിടന്ന് അതൊന്ന് തിളച്ച് വരണം. എന്നിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പം ചില സമയത്ത് നമുക്ക് തോന്നും ഇത് ഭയങ്കര ലൂസായി പോയല്ലോ, പക്ഷേ തേങ്ങാപ്പാൽ വേണം എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് അരച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ടിടുക. അന്നേരം കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള സ്റ്റ്യൂ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും ചേർക്കാത്ത കൊണ്ടാണ് ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ സ്റ്റ്യൂ റെഡിയായി. പിന്നെ ഞാനിവിടെ അന്നേരത്തേക്കും കുറച്ച് ചപ്പാത്തിയാണ് ചെയ്യുന്നത്. കടുക് ശരിക്കും ചെയ്തത് രാവിലത്തേക്ക് വേണ്ടത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിലുള്ള കറി ശരിക്കും തലേന്നത്തെ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്തത്. ഇതിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് സ്റ്റ്യൂ ആക്കിയത്. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി ആക്കിയത്. പിന്നെ ചപ്പാത്തി ആക്കുന്നത് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചപ്പാത്തി ആക്കിയത് ഷൂട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഡിന്നർ, ചപ്പാത്തിയും സ്റ്റ്യൂവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. കാരണം സുഖമില്ലാണ്ടായിപ്പോയി, സൗണ്ടും ഇല്ലായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, വോയിസ് എനിക്കില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.